ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ മഴതോരും മുമ്പ് സീരിയലിൻ്റെ എപ്പിസോഡ് പ്രൊമോ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിൽ 1-2 സീൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം എപ്പിസോഡുകളിലായിരിക്കും വരിക കേട്ടോ. കുറച്ചൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ കൊടുക്കാൻ മറന്നു പോകരുത്. പിന്നെ പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോണം കേട്ടോ. പിന്നെ നമ്മുടെ 2 ചാനലുണ്ട്, സുമി മുഫാസ് മനസ്സിലെ കാറ്റത്തെ കിളിക്കൂട്, സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലെ നമ്മുടെ മഴതോരും മുമ്പേ. പിന്നെ നമ്മുടെ 2 സീരിയൽ പ്രൊമോസും നിങ്ങൾ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ അധികം മുഷിയിപ്പിക്കാണ്ട് നമ്മുടെ നാളത്തെ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ മനുവും നമ്മുടെ ശിവശങ്കരനും നമ്മുടെ ഹരിയെ പോയി ജയിലിൽ കണ്ട് അവർ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോഴും ഹരി പറഞ്ഞ തീരുമാനം മറ്റൊന്നുമല്ല, അതായത് താൻ 2 കൊല്ലം മുന്നേ പോക്സോ കേസ് തന്നിൽ അവരുടെ, അതായത് ശരണ്യയുടെ വീട്ടുകാരും അവരുടെ വക്കീലും കൂടെ ചേർന്ന് അടിച്ചേൽപ്പിച്ചേക്കുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അവളെ റിസോർട്ടിലും മറ്റുമൊക്കെ കൊണ്ടുപോയി, പക്ഷേ ഞാൻ അവളെ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു. മനഃപൂർവ്വം അവരെന്നെ കുരുക്കിലാക്കാൻ വേണ്ടിയാണ് അത് എഴുതി ചേർത്തതെന്നൊക്കെ ഇങ്ങനെ ഹരി പറയണേ. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണോ അച്ഛ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അങ്ങനെ അവർ അതിനുശേഷം വീട്ടിലെത്തി കഴിയുമ്പോൾ നമ്മുടെ കമല കാത്തു നിൽക്കുകയാണ്. എന്തായി ശിവേട്ടാ, നമ്മുടെ മോന് ജാമ്യം കിട്ടുമോ, വക്കീലിനെ കണ്ടോ? മനു പോയിട്ട് എല്ലാം വിശദമായിട്ട് ചോദിച്ചു. അപ്പോൾ മനു പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടാണ് പറയണത്? അവൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ അവൻ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും അമ്മേ? കാരണം അവൻ പറയണത് 2 കൊല്ലം മുന്നേ അങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ട് പോയെങ്കിലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവളെ സമ്മതിക്കാത്തത് കൊണ്ട്. ഈ ഒരു, അതായത് പോക്സോ കേസ് 18 വയസ്സിന് മുന്നേ ആയിട്ട് ഹരി ശരണ്യെ ശാരീരികമായിട്ട് ഒന്നും പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹരി പറയുന്നത്. പക്ഷേ കേസിൽ എഴുതി ചേർത്തിരിക്കുന്നത് ഹരി പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ ശരണ്യെ ഇങ്ങനെ പല സ്ഥലത്തും കൊണ്ടുപോയി ശാരീരിക പീഡനം കൊടുത്തു എന്നുള്ളതാണ് പറയണത് കേട്ടോ. അപ്പോൾ കമല പറഞ്ഞു, അപ്പോൾ അത് അവരെന്തിനാ അങ്ങനെ എഴുതി ചേർത്തത്? അപ്പോൾ മിക്കവാറും മറ്റവർക്ക് 2 പേർക്കും കൂടെ ജാമ്യം കിട്ടും. എന്നിട്ട് കമല കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രോഹിത്തിന് ജാമ്യം കിട്ടി, ഇനി അവർക്കും കിട്ടും, എൻ്റെ മോൻ മാത്രം ജയിലിൽ, എങ്ങനെ ഞാനിത് സഹിക്കും എന്നൊക്കെ പറഞ്ഞ് കമല കരയാണ്. അപ്പം നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു, കമലേ നീ കരയില്ല, നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇതിലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ആ കുട്ടി ഇനി മൊഴി പറയുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ എന്നെ 2 കൊല്ലം മുന്നേ ഒന്നും അങ്ങനെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ആ പോക്സോ കേസ് നമ്മുടെ ഹരിയുടെ ഇതിൽ നിന്ന് മാറിക്കിട്ടും. അങ്ങനെയാണെങ്കിൽ അവന് ജാമ്യം കിട്ടും എന്നുള്ളതാണ് വക്കീൽ പറയണത്. അപ്പം കമല പറയുന്നുണ്ട്, എടാ മനു, നീ എങ്ങനെയെങ്കിലും അലീനെ പോയി ഒന്ന് കണ്ടിട്ട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുക. അമ്മ എന്തറിഞ്ഞിട്ടാണ് പറയണേ? ഇത് അങ്ങനെയൊന്നും പോയി സംസാരിക്കാൻ പറ്റിയൊരു കേസല്ല. അവരുടെ വീട്ടിലെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ചെന്ന് കയറി, നമ്മൾ അലീനയുടെ അവസ്ഥ തന്നെ നമ്മൾ കണ്ടതല്ലേ. ആദ്യമായിട്ട് ചെന്ന സമയത്ത് അവർ ഒന്നും പേടിയില്ല, അവർ അപ്പം തന്നെ മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലാൻ നോക്കിയവരാണ്. അവരുടെ വീട്ടിലോട്ട് നമ്മൾ എങ്ങനെ പോകാനാണ് അമ്മ ഈ പറയണത്? എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഓടിച്ചെല്ലുന്ന ഇങ്ങനെ മനു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒടുവിൽ കമലയുടെ സങ്കടം കാരണം നമ്മുടെ ശിവശങ്കരൻ പറയുന്നുണ്ട്, എടി നീ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല, മക്കളെ വളർത്തേണ്ട സമയത്ത് നല്ല രീതിയിൽ വളർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ കമല പറഞ്ഞു, നമ്മുടെ മനു പറഞ്ഞു, അന്നേ അമ്മയുടെ ഒരാളുടെ അശ്രദ്ധ കാരണമല്ലേ ഹരിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്. അപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ എൻ്റെ തലയിൽ എല്ലാ കുറ്റവും കൂടെ നിങ്ങൾ 2 പേരും കൂടെ ചുമത്തിക്കോളൂ എന്ന് പറയാം. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കമലെ? ഞാൻ ഗൾഫിൽ കിടന്ന് ഇത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് ഈ വീട്ടിൻ്റെ ഉത്തരവാദിത്വം, മക്കളുടെ പഠനവും എല്ലാം, അവരുടെ എല്ലാ കാര്യങ്ങളും നീ ഒറ്റയ്ക്കല്ലേ നോക്കേണ്ടത്? മനു ജോലിയായി സെറ്റിലായി, ഹരിയുടെ ഒരാളുടെ കാര്യമല്ലേ നിനക്ക് നോക്കേണ്ടിയിരുന്നുള്ളൂ. അപ്പം മനുവും പറഞ്ഞു, അവൻ എവിടെ പോണു, എന്തിനു പോണു, അവൻ എന്തിനാണ് ഇത്രയും പൈസ എന്നുള്ളതൊന്നും അമ്മ ചോദിക്കില്ല. അവൻ എന്തു ചോദിക്കുന്നു അത് അമ്മ കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവൻ വന്നത്. അവൻ്റെ ആ ഒരു ശീലം ഇന്ന് ഇങ്ങനൊരു സാഹചര്യത്തിൽ വന്നത്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ കമല പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തി എന്നെ ആക്കിക്കോ. ഈ പറയുന്ന ബുദ്ധിയും കഴിവും നിങ്ങൾ ഹരിയെ ജയിലിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഇറക്കാൻ വേണ്ടി കാണിച്ചെങ്കിലോ എന്നൊരുത്. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, കുറച്ച് നാളൊന്നുമല്ല, കേസ് തുടങ്ങിയത് മുതൽ ഞാൻ ഓരോ പടിവാതിലിൽ ചെന്ന് ഹരിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരെ കാണുകയും കൈമണി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ശിവശങ്കരൻ പറഞ്ഞു, മനസ്സിൻ്റെ സമാധാനം മുഴുവനും പോയി, എത്ര നാളുകളായി ഒന്ന് ഉറങ്ങിയിട്ട്, എങ്ങനെ ഉറങ്ങാനാണ്? ഇതൊക്കെ കണ്ടും കേട്ട് മനുഷ്യന് ഒരു
സമാധാനവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് ശിവശങ്കർ അങ്ങ് റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ അലീനയാണ്. നമ്മുടെ അലീന രോഹിത്തിൻ്റെ റൂമിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പം എൻ്റെ രോഹിത്തിൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നമുക്ക് ഇന്നൊരു സ്ഥലത്ത് വരെ പോകണമെന്ന് പറഞ്ഞു. എങ്ങോട്ട് അലീന ചേച്ചി എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ അലീന പറഞ്ഞു, നമുക്കിന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകണം. അയ്യോ അത് വേണോ ചേച്ചി എന്ന് ചോദിക്കും. വേണം, അതിനെന്താ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങണം. എപ്പോഴും ഈ റൂമിൽ തന്നെ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഏകാന്തനായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റോ നമ്മൾ പുറം ലോകമൊക്കെ ഒന്ന് കാണണ്ടേ. അത് എനിക്ക് ഇപ്പോൾ അതിനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ആയിട്ടില്ല അലീന ചേച്ചി എന്ന് പറയാം. ഒരു കുഴപ്പമില്ല, നീ നിനക്ക് എന്നെ വിശ്വാസമാണോ എങ്കിൽ നീ ധൈര്യമായിട്ട് എൻ്റെ കൂടെ പോരുന്ന എന്നെ ഇങ്ങനെ അലീന പറയും. പക്ഷേ മനസ്സോടെ ആണെങ്കിലും ഒടുവിൽ രോഹിത്ത് സമ്മതിക്കണേ, എന്നാൽ ശരി ചേച്ചി ഞാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അലീന താഴോട്ട് പോയിട്ട് ഒരു കിറ്റ് എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് നമ്മുടെ രോഹിത്തിൻ്റെ കൈ കൊടുക്കും. അപ്പോൾ ചോദിക്കും ഇതെന്താണെന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അതെ, നിനക്ക് അമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി ഞാനൊരു മുണ്ട് ഷർട്ടും വാങ്ങി, ഒരുപാട് വിലയുള്ളതൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്ത് അലീനയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയും, ചേച്ചി എന്നോട് ക്ഷമിക്കണേ ചേച്ചി എന്ന് പറയും. അപ്പോൾ അലീന പറയും, ദേ ഇന്ന് ഈ പറഞ്ഞതിരിക്കട്ടെ, ഇനി മേലിൽ എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് അല്ലെങ്കിൽ സോറി എന്നൊരു വാക്ക് ഇനി മേലിൽ പറയരുതെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും ഇല്ല ചേച്ചി എന്ന് പറയും. അപ്പോൾ എന്നാൽ വേഗം വൈകിട്ട് റെഡിയായി നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രോഹിത്തിന് വല്ലാത്തൊരു ഫീലിങ്സാണ്. അപ്പോൾ ഈ സീന് ഞാൻ സത്യം പറഞ്ഞ് ഒരുപാട് നീട്ടുന്നില്ല, കാര്യം ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ പ്രൊമോയിൽ പറഞ്ഞതാണ്. അങ്ങനെ രോഹിത്ത് റെഡിയായൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൃഷ്ണമോള് പറയുന്നുണ്ട് സ്കൂൾ വിട്ട് വന്നിട്ട്, അലീന ചേച്ചി ഞാനും കൂടെ വരായിരുന്നു എന്ന് പറഞ്ഞു. ആ സാരമില്ല മോളെ, നമുക്ക് ഒരുമിച്ച് പിന്നെ ഒരു ദിവസം പോവാം, ഇപ്പം എന്തായാലും രോഹിത്തിനെ ഒന്ന് കൊണ്ടുപോയി വരട്ടെ മോളെ എന്ന് പറയാം. അങ്ങനെ രോഹിത്തിനെയും കൂട്ടി അലീന നടന്ന് പോവാണ് കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ ആദ്യമൊക്കെ റോഡിൽ പലരും ഇങ്ങനെ രോഹിത്തിനെ വളരെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പം രോഹിത്തിൻ്റെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഒരു പിന്തിരിയാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. അലീന ആ കൈ അങ്ങോട്ട് മുറുക്കെ രോഹിത്തിൻ്റെ കയ്യിലോട്ടങ്ങ് പിടിച്ചു. ആ സമയത്ത് രോഹിത്തിന് വല്ലാത്തൊരു ധൈര്യമാണ്. കാരണം തന്നോട് അതായത് രോഹിത്തിനൊപ്പം അലീന ഉണ്ട്, പേടിക്കേണ്ട, നിനക്കൊപ്പം ഞാനുണ്ട് എന്നുള്ളൊരു ധൈര്യമായിരുന്നു. ആ ഒരു പിടുത്തം രോഹിത്തിനെ പിന്നെ ആ മനസ്സിൻ്റെ ഒരു പിന്നിലോട്ട് രോഹിത്തിനെ നയിച്ചില്ല, രോഹിത്തിനെ മുന്നിലോട്ട് നയിക്കാനുള്ള ഒരു ധൈര്യമാണ് കിട്ടിയത്. അങ്ങനെ അലീനയും രോഹിത്തും കൂടെ അമ്പലത്തിലൊക്കെ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ അലീന നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്തിന് വളരെ സന്തോഷമാവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിലും രോഹിത്തിന് ഒരുപാട് മനോധൈര്യം കിട്ടുന്ന കാര്യങ്ങളും, അതായത് ഇനിയാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല, ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഇനി താൻ വരുത്തില്ല എന്നൊക്കെയുള്ള ഒരു ഇത് അലീന രോഹിത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വരുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ രേവതി കുട്ടിയെ കാണിക്കുന്നുണ്ട്. നമ്മുടെ രേവതി കുട്ടി നമ്മുടെ മാമച്ചനും ഗ്രേസമ്മയ്ക്കും ചായ കോഫിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ചൊന്നും ഇരിക്കേണ്ട, ടോണി ചേട്ടൻ വന്ന് പറഞ്ഞതറിയാലേ നമ്മുടെ അതായത് നമ്മുടെ ഷെറി ചേട്ടൻ്റെയും ജിജോ ചേട്ടൻ്റെയും കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ഭാഗ്യം ചെയ്തവരെ എങ്ങനെയാണെങ്കിലും ടോണി ചേട്ടൻ കണ്ടുപിടിച്ച് തരുമെന്നൊക്കെ പറയണ. അപ്പം നമ്മുടെ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഓ അങ്ങനെ എൻ്റെ മോൻ്റെ ആ ഒരു രക്തമെങ്കിലും, അതായത് മോൻ്റെ ആ രക്തബന്ധത്തിലുള്ള ആ ഒരു കുഞ്ഞിനെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ എൻ്റെ മോളെ എത്ര ഭാഗ്യം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് തരൂ എന്നൊക്കെയുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട്, അതിന് വേണ്ടി നിങ്ങളിവിടെ ആഹാരവും മരുന്നൊന്നും കഴിക്കാണ്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, എന്തായാലും നമുക്ക് കിട്ടാനുള്ള നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ജിജോ ചേട്ടൻ്റെ കുഞ്ഞിനെ നമുക്ക് വളർത്താനുള്ള ഭാഗ്യം കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി കുട്ടി നമ്മുടെ ഗ്രേസമ്മയോടും മാമച്ചനോടൊക്കെ പറയുന്ന സീനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുശങ്കർ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് വരുന്നുണ്ട് ബാലചന്ദ്രനെ കാണാൻ. എൻ്റെ ഹരീനെ പോയി ജയിലിൽ കണ്ട കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവൻ തീർത്ത് പറയുന്നത് അവൻ അങ്ങനെ പോക്സോ കേസിനുള്ള ഇത് ചെയ്തിട്ടില്ല, അവളെയും കൂട്ടി റിസോർട്ടിലും പല ഇതിലും പോയിട്ടുണ്ടെങ്കിലും അവൾ സമ്മതിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു റിലേഷനിൽ പോയിട്ടില്ല എന്നാണ് ഇങ്ങനെ പറയുന്നതെന്ന് നമ്മുടെ മനു പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, അവൻ പറയുന്നത് വിശ്വസിക്കാവോടാ മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല അങ്കിളെ, എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ, ഇത് കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ശരണ്യോട് തന്നെ ചോദിക്കണം, പക്ഷെ അതിപ്പോൾ എങ്ങനെ എന്തെന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്ന് മനു പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, നമുക്ക് അലീനയോട് വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കാം. ഒരു പക്ഷേ അലീന ഒന്ന് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ, 2 കൊല്ലം മുന്നേ ശരണ്യനെ കൊണ്ടുപോയി ഇതുപോലെയൊക്കെ
ചെയ്തിട്ടുണ്ടോ ഉള്ളൊരിത് ചോദിച്ചു നോക്കാം. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല മനു, എങ്കിലും നമുക്കൊന്ന് വേണമെങ്കിൽ അലീനയോട് സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് അലീനയൊക്കെ എന്തെന്ന് ചോദിക്കുമ്പോൾ അലീന രോഹിത്തിനെയും കൂട്ടി അമ്പലത്തിൽ പോയിക്കുകയാണെന്ന് മനുവിനോട് ബാലചന്ദ്രൻ പറയാണ്. അപ്പം മനു അതിശയത്തോടെ ചോദിക്കും, ആഹാ അപ്പോൾ ശരിക്കും മാറ്റം ഉണ്ടല്ലോ എന്ന് പറയും. നീ എന്താ വിചാരിച്ച് അലീന ഈ കുടുംബം മൊത്തം ഒരുപോലെ ഒരു അമ്മക്കിളി കൂടിനുള്ളിലുള്ളതുപോലെ എൻ്റെ മക്കളെയൊക്കെ ഒരുമിപ്പിച്ച് കൂട്ടി സ്നേഹവും അവരുടെ മനസ്സിൽ സ്നേഹവും അതായത് മറ്റുള്ളവരോട് ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ പ്രതികാരമോ അങ്ങനെയൊക്കെയുള്ള മൈൻഡൊക്കെ മാറ്റി സ്നേഹവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മാഭിമാനവും ഒക്കെ ഒരു ധൈര്യവും ഒക്കെ എൻ്റെ മക്കൾക്ക് കൊടുത്ത് ഇന്ന് അവരെല്ലാം ഒരേ കുടക്കീഴിലാക്കി എൻ്റെ അലീന എടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അവൾക്ക് മാത്രമുള്ളതാണ്, ഒരാൾ ഒഴികെ എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ മനു പറഞ്ഞു, ആൻറ്റി ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞു. അതെ, അവൾ മാത്രം, ബാക്കി എനിക്ക് ആകെ ഒരു സമാധാനം എൻ്റെ മക്കളെങ്കിലും നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടു കൂടിയെങ്കിലും അവർ ഒത്തൊരുമിച്ച് ആ ഒരു രീതിയിൽ എത്തിയല്ലോ മനു, അത് തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്ന സീനൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ ഇനി ഏതൊക്കെ രീതിയിലാണ് പോകുന്നതെന്ന് നോക്കാം. നമ്മുടെ ഹരിയുടെ കാര്യത്തിൽ ഇനി എന്തായി തീരും? അലീന അതിനു വേണ്ടി ശരണ്യോട് എന്തെങ്കിലും ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ടോ? വൈജയന്തിയുടെ ഈ പ്രതിഷേധം ഏത് രീതിയിലൊക്കെ ഇനി മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. രോഹിത്ത് പുതിയൊരു ജീവിതത്തിലോട്ട് കടന്നു വരികയാണ്. അത് എത്രത്തോളം പോസിറ്റീവായി തീരുമെന്നും അത് രോഹിത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്നെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു പ്രൊമോ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്ന ദിവസം ഞാൻ ഫുൾ എപ്പിസോഡ് പ്രൊമോ കിട്ടുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട്, ദിനമല്ല സോറി കേട്ടോ, ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ഗുഡ് നൈറ്റ്.